എന്താ കിട്ടുന്നില്ലേ? ആ കാറ്റ്കസ് പാവനോട് വെച്ചിട്ട് പോരാൻ എന്തായാലും ഇത്ര സമയമൊന്നും വേണ്ട. മാമൻ ഒറ്റയ്ക്ക് വിടണ്ടേന്നുള്ളേ? പിന്നെ എല്ലാരും കൂടെ പോവാനത് ടൂർ പോകുന്നല്ലോ. അമ്മ എന്താ ആലോചിക്കുന്നേ? അല്ല, ദിയമോള് പറഞ്ഞത് തന്നെ, അവൻ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വഴി എന്താ നോക്കാം. നിങ്ങളെല്ലാരും എന്താ പറയുന്നേ? മാമന എസ്റ്റേറ്റിലെ ബംഗ്ലാവിൽ കുടുങ്ങിയെന്നോ? ഒന്നെങ്കി അങ്ങനെ ആവും, അല്ലെങ്കിൽ ആ കാറ്റ്കസ് പാവ അവനെന്തെങ്കിലും ചെയ്തോന്നാ. പാവ ഇനി എന്ത് ചെയ്യാനാ? അത് പറഞ്ഞ പോലെ അതിനെ എന്റെ വീട്ടിൽ തന്നെ എത്തിച്ചില്ലേ, പിന്നെന്താ? അത് ശരിയാ. അപ്പൊ പിന്നെ അത് അർജുമാമനൊന്നും ചെയ്യൂല. പിന്നെ ബാക്കിയുള്ളത് ആ ബംഗ്ലാവിലാളാ. പക്ഷെ അയാൾ എന്തിനു മാമനെ ഉപദ്രവിക്കണം? അവര് വീട് അന്വേഷിച്ചു പോയിട്ട് പരിചയമുള്ള ആൾക്കാരല്ലേ. അത് ശരിയാണല്ലോ. ചേടാ, ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. കാറ്റ്കസ് അയാളല്ലെങ്കിൽ പിന്നെ ആരാ? ഇനി നമ്മൾ ഇന്ത്യക്കിലെ പോലെ അർജുമാവനൊരു കുഴപ്പമില്ലേ? മാമ വേറെ എവിടെയെങ്കിലും പോയതാണെങ്കിൽ? വേറെ എവിടെ പോവാനാ? ഞാനൊരു ഗസ് പറയാം. മാമൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് GK എസ്റ്റേറ്റ് ഇതാണെങ്കിലും കാറ്റ്കസ് പറഞ്ഞ വീട് ഇതല്ലാന്ന്. അതറിഞ്ഞ് മാമൻ എസ്റ്റേറ്റിൽ തന്നെ ഉള്ള അങ്ങനെ വേറെ വീടുണ്ടോന്ന് അന്വേഷിച്ചു പോയി. അങ്ങനെ ആയിക്കൂടെ നടന്നത്? ഹേയ്, അതൊരിക്കലും ആവൂല. അങ്ങനെയാണെങ്കിൽ ഫോൺ വിളിച്ചെടുക്കണ്ടേ? ആദ്യം അല്പം ഫോണ് സൈലന്റ് മോഡ് ഇട്ടാണെങ്കിലും. അങ്ങനെയാവാ അമ്മ. അങ്ങനെയാണെങ്കിൽ അർജുനൊന്നും പറ്റി കാണൂലായിരിക്കും അല്ലേ? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ വെറുതെ പേടിക്കണതാ. മാമൻ നാളെ രാവിലെ ഇങ്ങ് വരും. അപ്പൊ ഇന്ന് രാത്രി കാറ്റ്കസിന്റെ ശല്യം ഉണ്ടാവില്ലാന്ന് വിചാരിക്കാം. എവിടുന്ന്? കാറ്റ്കസ് ഒക്കെ പോയില്ലേ, ഇനി ഒരു ശല്യം ഉണ്ടാവില്ല. ഇത്ര നേരം അവിടെ തള്ളു കേട്ടിരുന്ന നമ്മൾ പറഞ്ഞാ മതി. അത് കാറ്റ്കസ് ഒന്നുമില്ല, കറണ്ടിന്റെ എന്തോ ഷോർട്ട് സർക്യൂട്ടാ. ഷോർട്ട് സർക്യൂട്ട്? അപ്പൊ പിന്നെ എന്താ, ഭൂമി കുലുക്കോ? ഞാനത് പറയാൻ വരുള്ളൂ. അങ്ങോട്ട് നോക്കിക്കേ. ഉണ്ണിമോളെ, ദേവു, ഒരു ചായ അവനോട് കൊടുത്തേക്ക്.
കഴിയൂല. അത് അത്യാവശ്യം നല്ല കെട്ടാണേ. നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഇവിടെ തന്നെയല്ലേ വർഷങ്ങളായിട്ടേ. എനിക്ക് ഇങ്ങനെ ഇവിടെ വിട്ടു പോകാൻ പറ്റുമോ? ചായ കുടിക്ക്. ഓ, കൈ കെട്ടി വെച്ചിരിക്കുകയാണല്ലേ. ഞാനത് മാറും. കുടിക്ക് കുടിക്ക്. ഓ, വേണ്ട വേണ്ട, എനിക്കപ്പോ നിർബന്ധം. ഇന്നെന്താ ഇവിടെ കെട്ടിയിട്ടിരിക്കണേ? മര്യാദക്ക് അയച്ചു വിട്ടോ. അയച്ചു വിടുവാണോ? അയച്ചു വിടാ. അയാളോട് അലറിയിട്ട് ഒരു കാര്യമില്ല. ഈ റൂമിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ വീട്ടുകാരല്ലാതെ ഈ റൂമിൽ കയറിയവരാരും പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. ഞാനൊരു കുട്ടിയുടെ ശബ്ദം കേട്ടോണ്ടാ വന്നു നോക്കിയത്. ഞാൻ പറഞ്ഞതല്ലേ സുഹൃത്തെ, അങ്ങനെ പല ശബ്ദവും ഈ വീട്ടിൽ കേൾക്കും. അതിലൊന്നും ഇടപെടേണ്ട കാര്യം നിങ്ങൾക്കില്ലായിരുന്നല്ലോ. ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ വെറുതെ ശരിക്കും? അതെ, ഞാൻ ആ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് തന്ന് എഗ്രിമെന്റ് എഴുതാൻ വന്നതാ. അപ്പോഴാ കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. നിനക്ക് ഇപ്പോഴും കാര്യം വ്യക്തമായിട്ടില്ല അല്ലേ? നീ എന്താ വിചാരിച്ചത്? നീ വീട് അന്വേഷിച്ച് യാദൃച്ഛികമായി ഇവിടെ വന്നാണെന്നോ? അല്ല, ഒരിക്കലുമല്ല. നീ GKM എസ്റ്റേറ്റ് അന്വേഷിച്ച് ഗംഗാധരന്റെ അടുത്ത് എത്തിയപ്പോൾ നിന്നെ സ്കെച്ചിട്ടതാ ഞാൻ. നിന്റെ കൂടെ വന്ന ബ്രോക്കർക്ക് ആ വീട് പറഞ്ഞു കൊടുത്തതും ഗംഗാധരനാ. നിന്നെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നത്. GKM എസ്റ്റേറ്റ് നീ കണ്ടുപിടിക്കൂല എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ അവിടെ ഞങ്ങൾക്ക് തെറ്റി. നീ അത് കണ്ടുപിടിച്ചു, പ്രതീക്ഷിച്ചതിലും മുന്നേ. ഇനി പറ, എവിടുന്ന് കിട്ടി നിനക്ക് ആ അഡ്രസ്സും അതെഴുതിയ പേപ്പറും? ഈ നിമിഷം വരെ ഞാൻ കഥ അറിയാതെ ആടുമായിരുന്നു. പക്ഷെ ഇപ്പോ കാര്യങ്ങളൊരു വ്യക്തത വന്നു. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇനി തിരിച്ചു പോകുന്നുള്ളൂ. ആ പേപ്പർ എവിടുന്ന് കിട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ മറുപടിയാണ് എനിക്കറിയേണ്ടത്. പറയാൻ സൗകര്യമില്ലെങ്കിലോ താൻ എന്ത് ചെയ്യും? കൊല്ലോ? ചിലപ്പോ കൊന്നിരിക്കും. അതിനു മുമ്പ് കാര്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്നാ കൊല്ലടോ, കൊല്ല് കാണട്ടെ. ആ സാധനം ഇങ്ങെടുക്ക്. നിങ്ങൾ എന്നെ കൊന്നാലും പ്രശ്നമല്ല. ആ അഡ്രസ് അന്വേഷിച്ച് എനിക്ക് കുറെ പേര് വരും. ഇവിടെ കാര്യം വരില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ അവരുടെ എല്ലാം ഗതി ഇത് തന്നെ ആയിരിക്കും. ഇവിടെ ആരുമില്ലേ? ഏത്? ആ ബ്രോക്കറോ? അതെ, അതല്ല ബ്രോക്കർ. നിങ്ങൾ ഈ വാതിലടച്ചിട്ട് ഇതിനകത്ത് തന്നെ നിന്നോ. ഞാൻ പോയി നോക്കിയിട്ട്.
വിളിച്ചായിരുന്നോ? ഞാൻ ആ വീടിന്റെ അഡ്വാൻസ് തരാൻ വേണ്ടി വന്നെ. ആ വീടിന്റെ അല്ലാട്ടാ, വീട് ഇഷ്ടമായോ അയക്ക്? ആ വീട് ഇഷ്ടമായിണ്ടേ. എന്നാ പിന്നെ ആ അഡ്വാൻസ് തന്നിട്ടേ ആ എഗ്രിമെന്റ് ആണ് എഴുതാന്ന് വെച്ചിട്ടാ. ആ അതൊക്കെ അല്ല, അതിനിപ്പോ ആളെവിടെ? ആള് വേണ്ട എഗ്രിമെന്റ് എഴുതാൻ? അവൻ വന്നിട്ടില്ലേ? അവൻ ഇന്നലെ എന്തോ ഒരു അർജന്റ് കാര്യത്തിന് പോയതാണ്. ഇന്നാണ് ഈ പോലെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്ത് കാര്യത്തിനാണ് പോയതെന്നല്ലോ പറഞ്ഞു? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. പൈസക്ക് അവൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എന്നോട് ചെയ്യാനാ പറഞ്ഞത്. ഓ അത് ശരി. പക്ഷെ എഗ്രിമെന്റ് ഞാനും അവനും തമ്മിലല്ലേ. സോ അവൻ വന്നിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഞാനത് അത്ര ഓർത്തതുമില്ല. ഞാൻ ഓനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചോട്ടോ. വിളിച്ചാൽ കിട്ടുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ വിളിക്കണ്ട. അവനോടെ താമസം തുടങ്ങിക്കോളാൻ പറ. എഗ്രിമെന്റ് ഒക്കെ പിന്നെ മതി, പൈസ എപ്പം തന്നാ. ആണോ? എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അവൻ വന്നിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഓക്കെ, എന്നാ അങ്ങനെ. അതെ, അകത്ത് ചൂടുകളുണ്ടാവോ? ഒരു ക്ലാസ് ഇവിടുത്തെ പണിക്കാരിന്ന് ലീവാ, ചൂടുവെള്ളമൊന്നുമില്ല. നിങ്ങൾ പോകും. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എന്നാലും പോലെ എവിടെ പോയി? ഒന്ന് വിളിച്ചു നോക്കാം. ഒരു സംശയം തോന്നിയില്ല. ഹലോ, അമ്മ കിച്ചണിലാ, ഞാൻ കൊടുക്കാം. ആരാ ചേച്ചി? പപ്പ. അമ്മ അത് പപ്പ വിളിക്കണം. ഹലോ, എന്ത് ചേട്ടായി? ആ ഉണ്ണിമോളെ, അർജുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവൻ എന്തിയേ? ഞങ്ങൾ ഇന്നലെ മുതൽ ട്രൈ ചെയ്യാ. ആ കാറ്റ്കസിനെ GKM എസ്റ്റേറ്റിൽ കൊണ്ടുവെക്കാൻ പോയതാ. പിന്നെ ഒരു വിവരവും ഇല്ല. GKM എസ്റ്റേറ്റിലോ? അതിനുശേഷമാണോ അവനെ വിളിച്ചിട്ട് കിട്ടാതായത്? അതെ, ആ ടെൻഷനില്ല ഞങ്ങള്. എന്നാ പ്രശ്നമാണല്ലോ. പ്രശ്നാണ്. ഇന്നും കൂടി അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ നാളെ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കണം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അന്വേഷിച്ചറിയാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം, എന്നിട്ട് സംസാരിക്കാം. ആ എന്നാ വാ, അതാ നല്ലത്. ശരി. എന്തിനാ പപ്പ വിളിച്ചേ? പപ്പത്തി ഞാൻ ആ ഗംഗാരേട്ടൻ്റെ വീട്ടിൽ പോയായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് ആളവിടെ ഇല്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. അതിന് അയാളെ കണ്ടിട്ട് എന്തിനാ? അല്ല, അയാൾ ആ എസ്റ്റേറ്റിലെ പഴയ ജോലിക്കാരനല്ലേ. അതുകൊണ്ട് അർജുൻ ഒന്ന് GKM എസ്റ്റേറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? അയക്കൊന്നും അറിയില്ലാന്ന്. പക്ഷെ ആ എഗ്രിമെന്റ് പേപ്പറിൽ GKM എസ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും സാക്ഷ്യപ്പെട്ടിരിക്കുന്നത് അയാളാണ്. അപ്പൊ പിന്നെ എന്തിനായിരിക്കും അയാൾ എന്നാണ് പറഞ്ഞത്? പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടായിരിക്കും. അതെ, ആ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ അയാൾക്കറിയാം. പക്ഷെ അത് പുറത്തു പറയാൻ പറ്റാത്ത എന്തോ രഹസ്യമാണ്. അപ്പൊ അയാളെ പൊക്കിയ കാര്യങ്ങൾ അറിയാം. അറിയാം, അതിനാണ് ഞാൻ അവിടെ പോയതും. പക്ഷെ ആള് സ്ഥലത്തില്ലല്ലോ. ഇനി നമ്മൾ അന്വേഷിച്ചില്ലെന്ന് മുൻകൂട്ടി കണ്ടിട്ട് അയാൾ മുങ്ങിയതാണോ? ആയിരിക്കും. പക്ഷെ എവിടെയായിരിക്കും അയാൾ മുങ്ങിയത്? കായലിൽ മുങ്ങിയ കടലിൽ പൊങ്ങുന്നതാണല്ലോ പ്രമാണം. സോ യെസ്, കടലിൽ തപ്പി ആളെ കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കടലിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ആള് കരക്കിറങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അർജുന്റെ കാര്യം? അവൻ അവരുടെ കയ്യിലാണെങ്കിലോ? കാട്ടാനനെ തളയ്ക്കുന്നവൻ എന്ത് നാട്ടാന? അവന്റെ കാര്യം നോക്കാനൊക്കെ അവനറിയാം.
വന്നല്ലോ. അപ്പാപ്പായിരിക്കും, ഞാൻ വരാൻ പറഞ്ഞായിരുന്നു. എന്തേ? ആ വാ പറയാം. സീക്കോ പറഞ്ഞ കാര്യം അന്വേഷിച്ചിട്ടാ വരുന്നേ. ആണോ? എന്നിട്ട് വിവരം എന്തെങ്കിലും കിട്ടിയോ? ആ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടി. പിന്നെ അർജു ഇന്നലെ ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നു. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് അവന് എറണാകുളത്ത് പോകുന്നു പറഞ്ഞായിരുന്നു അല്ലേ? ആ അതെ, അവൻ എറണാകുളം പോയതാ. പണ്ട് KPM എസ്റ്റേറ്റിൽ ഒരു നോട്ടക്കാരനുണ്ടായിരുന്നു, രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ. ഈ ഗംഗാരനൊക്കെ വരുന്നതിന് മുമ്പുള്ള ആളാണ്. രവീന്ദ്രൻ ഏതാ? പായമ്പാടത്തുള്ള ആളാണോ? താടിയൊക്കെ ഉള്ള വയസ്സായ? ആ അത് തന്നെ. കുറച്ചു കാലം ഞാൻ അവിടെ ടാപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ എന്നിട്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന് അറിയാനാ ഞാൻ അയാളെ വീട്ടിൽ പോയത്. ചെറിയൊരു എഴുത്തുപണിയിലായിരുന്നേ, കുറച്ച് തിരക്കുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇരിക്കുമോ? കുറച്ച് തിരക്കുള്ള പണിയായിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ അവിടെ അങ്ങനെ കാര്യത്തൊക്കെ സംഭവങ്ങളൊന്നും നടന്നില്ല എൻ്റെ അറിവിൽ. അവിടെ ദുർമരണങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ദുർമരണങ്ങളാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ അവിടെ 3 മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് ആ തോട്ടത്തിൻ്റെ ഓണർ തന്നെ, ഖാദർ ഹാജി. അത് കാട്ടാന കുത്തിക്കുന്നതല്ലേ? ആനയാണെന്നും ആനക്കൊമ്പാണെന്നും പറയുന്നുണ്ട്. ഏതായാലും പോലീസിൻ്റെ രേഖയിൽ ആന കുത്തി കൊന്നതാണ്. വേറെ ആരൊക്കെ മരിച്ചത്? ഖാദർ ഹാജിയുടെ മരണത്തിന് ശേഷം അയാളുടെ മകനും ഭാര്യയാണ് അവിടെ താമസിച്ചിരുന്നത്. ആ സമയത്താണ് ഞാൻ അവിടുന്ന് ജോലി ഒഴിവാക്കി പോകുന്നത്. അതെന്തേ പോകുന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ അവിടുത്തെ മാനേജർ ഒരു ശേഖരമേനോൻ, അദ്ദേഹമായിട്ട് ആശയപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അന്നത്തെ പ്രായത്തിൻ്റെ ഒരു തളപ്പുണ്ടല്ലോ, താക്കോല് മോന്തയ്ക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് പോകണ്ട. ആ ഗ്യാപ്പിലാണ് ഗംഗാരൻ അവിടെ കയറി കൂടിയിട്ടുള്ളത്. അല്ല, ബാക്കി 2 മരണം നടന്നത്? അത് 5-6 കൊല്ലം മുമ്പാണ്. ഖാദർ ഹാജിയുടെ മകൻ ബിസിനസ്സൊക്കെ തകർന്നപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടി ആ ബംഗ്ലാവും എസ്റ്റേറ്റും ഒക്കെ വിറ്റു. രജിസ്ട്രേഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അയാളും ഭാര്യയും ആ ബംഗ്ലാവിലെ കെട്ടിൽ തന്നെ ചാടിയാൽ ആത്മഹത്യ ചെയ്തു. അതാണ് ആ 2 മരണം. അവർക്ക് കുട്ടികളൊന്നുമില്ലേ? ഇല്ല, അവർക്ക് കുട്ടികളൊന്നുമില്ല. ഇത് കുറച്ച് പഴയ പേപ്പറുകളാണ്, ചിലപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഇതാ അയാള് തന്നതാ. അതിന് ഈ സ്റ്റോറിയിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ലല്ലോ. ഇല്ലെന്നോ? എൻ്റെ അഭിപ്രായത്തിൽ അത് മാത്രമേ ഉള്ളൂ. എന്തായാലും സ്വാഭാവികമല്ല. ഖാദർ ഹാജിനെ ആന കുത്തിക്കൊല്ലുന്നു, ബിസിനസ് തകരുന്നു, എസ്റ്റേറ്റ് വിൽക്കുന്നു, പിന്നെ അവരുടെ മകനും ഭാര്യയും കിണറ്റി ചാടി മരിക്കുന്നു. ആകെ പ്രശ്നം. ഇനി ആന കുത്തിക്കുന്ന ഖാദർ ഹാജിന്റെ ആത്മാവെങ്ങനാണോ ആ കാറ്റ്കസ് പാവിൻ്റെ ഉള്ളിൽ? അതിന് സാധ്യത ഇല്ലാതില്ല. ഞാനെന്നാ പോയാലോ? എനിക്ക് ബാഗിലൊന്ന് കയറണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. എന്നാ ശരി. ഹലോ, ആണോ? ആ ഓക്കെ. എന്താ പബിയ? രവിയ, ആ കെണ്ടിച്ചാടി മരിച്ച ഒരു കുട്ടീനെ ദത്തെടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? പക്ഷെ നമ്മൾ കേട്ട കഥയിലൊന്നും അങ്ങനെ ഒരു കുട്ടീനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. ചിലപ്പോ നമ്മൾ കേട്ട കഥ സത്യമാവൂല. ഒരു മിനിറ്റ്. നമുക്ക് ഈ ചിത്രത്തിലുള്ള കുട്ടിയാണോ അതെടുത്ത കുട്ടി? ചിലപ്പോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ഇപ്പൊ എവിടെയാ?
കൈകളിൽ രക്തം പുരണ്ടൊരീ കള്ളിമുൾപ്പാവയായി ഞങ്ങൾ മാറി. നെഞ്ചിരി കാണുവാൻ, നിൻ സ്വരം കേൾക്കുവാൻ, ഓരോ